Praise the Lord. Amen. Glory to God. Yeah, I thank Pastor Angal for giving me this opportunity to stand in front of you all. So we will start with the order of prayer. I will like Max and Apple to pray. Praise the Lord. Hallelujah. ഉമ്മഴകാല കണ്ണുകൾ എന്നെ കണ്ടതാലേ മുറിഞ്ഞെന്ന നിരസരാണ്ട് ഉമ്മഴകാല കണ്ണുകൾ എന്നെ കണ്ടതാലേ മുറിഞ്ഞെന്ന നിരസരാണ്ട് യാരും അറിയാതെ So, and ഇന്നത്തെ ടോപ്പിക്കാണ് ബിലീഫ്, വിശ്വാസം. Do anyone know what is belief? എന്താണ് വിശ്വാസം എന്നോട് ആർക്കും ഇതിനോടൊപ്പം കാണാത്ത കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, എൻ്റെ അമ്മ വീടിന്റെ ഫ്രണ്ടിൽ കുറെ ചെടികൾ നട്ടിട്ടുണ്ട്, സീഡ്സ് വെച്ച്, ടൊമാറ്റോ, ചീര, അതെല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ സീഡ് വെച്ചാണ് നട്ടേക്കുന്നത്. അപ്പൊ അമ്മ കുറച്ച് ദിവസം നേരത്തെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അതിനകത്ത് ചെടി വരുന്നില്ല, അത് കളയാൻ പറഞ്ഞു, തട്ടിയിട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കാം. അപ്പൊ അടുത്ത ദിവസം നോക്കിയപ്പോ അതിനകത്ത് ഒന്നും വന്നില്ല. അപ്പൊ ഞങ്ങൾ അമ്മയോട് വീണ്ടും പറഞ്ഞു, അമ്മ അത് കളയാൻ, അമ്മ കൊണ്ടൊന്നുമില്ല. അപ്പൊ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അതിനകത്ത് പൂ വരുമെന്ന്. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി നോക്കിയപ്പോ അതിനകത്ത് ചെറിയ ചെറിയ കുഞ്ഞു ചെടികൾ. അപ്പൊ അമ്മയോട് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അമ്മയുടെ ആ ഒരു വിശ്വാസം കൊണ്ടല്ലേ ശരി വന്നു വെച്ചത്. അത്ര ഒരു ചെറിയൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, നമുക്ക് എന്താ പറയാ, വിശ്വാസം ഉണ്ടെങ്കിൽ, കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ Can anybody read Genesis chapter 50 verse 6? English. Abraham believed God and it is credited to him as righteousness. 6. യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. English and Abraham. Believed God and it is credited to him. It is the English and Abraham believed God and it was credited to him as righteousness. Praise the Lord. Abraham വിശ്വസിച്ച് ദൈവം ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തു. നമ്മുടെ ബൈബിളില് ഒരാളുണ്ട്. ആ ആളുടെ പേരെന്താന്ന് ആർക്കും അറിയാമോ? കുറെ ആൾക്കാരുണ്ട്, അതിൽ ഒരാളുടെ പേര് ഞാൻ പറയട്ടെ. It's Abraham. It's Abraham. Do you know that Abraham is also called as the father of faith? Father of faith എന്നും പറയാം. Father of faith എന്നും പറയാം. Can anybody read Hebrew 11 verses 1? ഗംഗു ബൈബിൾ എന്ത്? വിശ്വാസം എന്നത് വാശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകും. Hebrew 11 verses 1. Now faith is the
substances of things hoped for, the evidence of things not seen. Amen. Hallelujah. So, ഞാൻ നിങ്ങളോട് കുറച്ച് എക്സാമ്പിൾസ് പറയാം. സമയമില്ലാത്ത ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. നമ്മുടെ ദാനിയേൽ സിംഹക്കുഴി വീണ സ്റ്റോറി നിങ്ങൾക്ക് അറിയാലോ. ദാനിയേൽ സിംഹക്കുഴി വീണ സ്റ്റോറി എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പോ ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ ഒരു കിങ് അല്ലേ ഇട്ടത്. അപ്പൊ ദാനിയേൽ സിംഹക്കുഴിയിൽ ഇട്ടപ്പോ അവിടെയുള്ള ആൾക്കാർ വിചാരിച്ചില്ലേ ദാനിയേലിന് ആ സിംഹം തിന്നു കാണും, എല്ല് പോലും കാണത്തില്ല. അപ്പോ അടുത്ത ദിവസം അവർ വന്ന് നോക്കിയപ്പോ ദാനിയേലിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം സഹായിക്കുമെന്ന്. ആ ഒരു വിശ്വാസമാണ് അവനെ സഹായിച്ചത്. അപ്പോ അടുത്ത ദിവസം ആ ആൾക്കാരും കിങ്ങും പോയി നോക്കിയപ്പോ ദാനിയേൽ അവിടെ ഷീൽഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. ആ ലൈൻസിന് അടുത്തോട്ട് പോലും പോകാൻ പറ്റാതെ രീതി. പിന്നെ ഒരു ഡിസീസ് വന്നൊരു ലേഡീനെ നിങ്ങൾക്കറിയാമോ? അറിയാം. ഡിസീസ് വന്നൊരു ലേഡി 12 വർഷം ലേഡി ഡിസീസ് ഇങ്ങനെ പിടിച്ചു വെക്കും. അപ്പൊ ആ ലേഡിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ഉടുപ്പിന്റെ ഒരു അർത്ഥം ഡിസീസ് മാറി. അപ്പൊ അടുത്ത ദിവസം ദൈവം വന്നപ്പോ ദൈവം അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അപ്പത്തേനും ആ ആന്റി പോയി ആള് പോയി ആ ദൈവത്തിന്റെ ഉടുപ്പിന്റെ ഒരു അർത്ഥം പോയപ്പോ ആ ആന്റിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഡിസീസ് അങ്ങ് പോയി. ആ ഒരു വിശ്വാസമാണ് വിടിവിച്ചത്. 3 ബാലന്മാരുടെ സ്റ്റോറി തരാലോ അല്ലെ. 3 ബാലന്മാരെ ആ തീക്കകത്ത് കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറെ ആൾക്കാരെ കൂടി വിട്ടപ്പോ അവർ കരിഞ്ഞ് മരിച്ചു ചത്തു. അപ്പൊ ഈ 3 ബാലന്മാരെ ഒരുമിച്ച് വിട്ടു അവരുടെ കൂടെ. അപ്പൊ അവർക്കൊരു വിശ്വാസം ദൈവം സഹായിക്കും സഹായിക്കും പ്രൊട്ടക്ട് ചെയ്യും. അവർ കേറിപ്പോയി തിരിച്ച് സേഫ് ആയിട്ട് ഒരു മുറിവ് സ്ക്രാച്ച് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ ദൈവത്തിനെ വിശ്വസിച്ച ദൈവം നമ്മളെ സഹായിക്കും.